പൃഥിക റാവൽ, റിച്ച ഘോഷ്, ദീപ്തി ശർമ്മ, ക്രാന്തി ഗോഡ്, രേണുക സിംഗ് ഠാക്കൂർ. ഈ പേരുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമോ ഈ പേരുകളൊക്കെ ആരാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ആരാണെന്ന്? ഒരു 2 മാസം മുന്നേ ചിലപ്പോൾ ഈ പേരുകളൊന്നും ആർക്കും ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല. ഈ പേരിൻ്റെ കൂട്ടത്തിൽ സ്മൃതി മന്ദാന എന്ന് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയേക്കാം. ഹർമൻദീപ് കൗർ, ജെമിമ റോഡ്രിഗ്വേസ്, യെസ്, ഇവരെല്ലാം വനിതാ ക്രിക്കറ്റേഴ്സ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് ജയിച്ചിരിക്കുകയാണ്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. അത് ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഈ പേരുകളെല്ലാം ട്രെൻഡിങ് തന്നെയാണ്. പക്ഷെ നമുക്കെപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അന്നും സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, മഹേന്ദ്ര സിംഗ് ധോണി, കപിൽ ദേവ്, ഈ പേരുകളാണ്, അല്ലെങ്കിൽ മെൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ പേരുകളാണ് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവുന്നത്. അതൊരു തെറ്റല്ല. കാരണം വനിതാ ക്രിക്കറ്റ് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡെഫിനറ്റ്ലി വിമൻസ് വേൾഡ് കപ്പ് ജയിച്ച സ്ഥിതിക്ക് അതൊരു വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന വനിതകൾക്കും യങ് ക്രിക്കറ്റേഴ്സിനും അത് വലിയൊരു പ്രചോദനം തന്നെയാണ്. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും വനിതാ ക്രിക്കറ്റിൻ്റെ ചരിത്രമാണ്. ലോകത്തിലെ വനിതാ ക്രിക്കറ്റിൻ്റെ ചരിത്രം, എസ്പെഷ്യലി ഇന്ത്യയിലൊക്കെ എങ്ങനെയായിരുന്നു വനിതാ ക്രിക്കറ്റ് ഉണ്ടായിരുന്നത്, അതിൽ ഒരുപാട് രസകരമായ കഥകളുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഐ എം അർജുൻ ആർ ശങ്കർ ആൻഡ് യു ലിസ്ണിംഗ് ടു IAS Factors Context. ചരിത്രം ആരംഭിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം ക്രിക്കറ്റിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ബ്രിട്ടീഷിൽ നിന്നാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ക്രിക്കറ്റ് കണ്ടുപിടിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിനെക്കാട്ടും കൂടുതൽ വനിതാ ക്രിക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ 1745 എന്ന് പറയുന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ബ്രിട്ടീഷ് കാലഘട്ടം നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. 1700-കളിലെ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, കൂടുതലും ഗ്രാമങ്ങളാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഗ്രാമങ്ങളാണ്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട 2 ഗ്രാമങ്ങൾ തമ്മിലാണ് ഈ മാച്ച് നടന്നത്. പ്രധാനമായും ബ്രാംലി എന്ന് പറയുന്ന ഒരു വില്ലേജ്, അന്നത്തെ ഒരു ഗ്രാമവും ഹാംബിൾഡൺ എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമവും ഇവർ തമ്മിലാണ് ഗെയിം വെച്ചിരിക്കുന്നത്. കാണാൻ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ആ ഒരു മൈതാനം നിറയെ കാണാൻ കാണികളുണ്ട്. പ്രധാനമായും ഓർക്കേണ്ടത്, ഇവിടെ ഇതിനെ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന അന്നത്തെ ലോക്കൽ ബ്രിട്ടീഷ് പത്രം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്: ദ 11 മെയ്ഡ്സ് ഓഫ് ബ്രാംലി ആൻഡ് 11 മെയ്ഡ്സ് ഓഫ് ഹാംബിൾഡൺ. ഈ മെയ്ഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്ന പോലെ അവരൊരു സെർവൻ്റ് ആണെന്നോ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഡി ആണെന്നോ, സ്ത്രീ ആണെന്നൊന്നും അല്ല. അന്ന് ഉദ്ദേശിച്ചിരുന്നത് കല്യാണം കഴിക്കാത്ത യങ് ആയിട്ടുള്ള പെൺകുട്ടികൾ ആണ് കളിക്കുന്നത്. ഇവർ തമ്മിലാണ് ക്രിക്കറ്റ് നടക്കുന്നത്. അന്ന് ജേഴ്സി ഒന്നുമില്ല. ഇവരുടെ 1700-കളിലെയൊക്കെ ബ്രിട്ടീഷ് യുവതികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൽ അപ്പോൾ ജേഴ്സി ഇല്ല, വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ 2 പേർക്കും തലയിൽ റിബൺ കെട്ടാം. ഈ റിബൺ എന്ന് പറയുമ്പോൾ ബ്രാംലെ എന്ന് പറയുന്ന ഗ്രാമത്തിന് ബ്ലൂ കളർ റിബനും ഹാംബിൾഡൺ എന്ന് പറയുന്ന വില്ലേജിന് റെഡ് കളർ റിബനാണ്. അങ്ങനെയാണ് ഇവർ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയത്. പക്ഷേ ആ കാലഘട്ടത്തിൽ റൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഇത്ര റൺ അടിച്ചു എന്നൊന്നുമില്ല. അന്ന് ഇതിനെ വിളിച്ചിരുന്ന പേരാണ് നോച്ചസ്. ഇവർ 119 നോച്ച് എടുത്തു, അവർ 127 നോച്ച് എത്തി എന്ന് പറയുന്ന ഇതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള വനിതാ ക്രിക്കറ്റ്. അന്നത്തെ വനിതാ ക്രിക്കറ്റ് ഒരു സ്ട്രോങ് ബെറ്റിംഗ് ഗ്രൗണ്ടും കൂടെ ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ ബെറ്റിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ? ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കോൺട്രവേഴ്സ്യൽ ആയിരിക്കാം, ചിലപ്പോൾ വാതുവെപ്പ്, പന്തയങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതൊന്നും ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ പുതിയതല്ല. 1755, 45-ന് ശേഷം 55, 65, 85, ഏകദേശം ഒരു 1800 വരെ ഇത് വളരെ പോപ്പുലർ ആയിരുന്നു. ലണ്ടനിലെ ഗ്രാമങ്ങൾ, അതായത് ബ്രിട്ടീഷ് ഗ്രാമങ്ങളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് നടക്കും. അവിടുത്തെ ബ്രിട്ടീഷ് ജെൻറ്റിൽമെൻ എന്നാണ് അവരെ വിളിക്കുന്നത്. ബ്രിട്ടീഷ് ജെൻറ്റിൽമെനാണ് കളികളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. കളിക്കുന്നത് അവിടുത്തെ യങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് യുവതികളാണെങ്കിലും ഇത് കളി നടക്കുന്ന സമയത്ത്, അവിടെ ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായ വാതുവെപ്പും പന്തയങ്ങളും നടക്കുന്നുണ്ട്. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ, കളിക്ക് വേണ്ടി പലപ്പോഴും വെക്കുന്ന പന്തയങ്ങളെന്ന് പറഞ്ഞാൽ, കളി ജയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന 11 മെയ്റ്റ്സ് 11 ജയിക്കുകയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്നത്
പ്ലം കേക്ക്സ് ഒക്കെയാണ് അവർ ബെറ്റ് ചെയ്യുന്നത്. പ്ലം കേക്ക്സ് കിട്ടും, അല്ലെങ്കിൽ എയിൽ, ബ്രിട്ടനിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിയറാണ് എയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പൂൺസ്. ഇങ്ങനത്തെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അന്നത്തെ സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവർ ബെറ്റ് വയ്ക്കുന്നത്. ഇങ്ങനെ ഒരു രസകരമായ ഒരു ഗെയിമായിരുന്നു വനിതാ ക്രിക്കറ്റ് ലണ്ടനിലും ബ്രിട്ടീഷ് ഗ്രാമങ്ങളിലും നമുക്ക് ആദ്യകാലത്ത് കാണാൻ കഴിഞ്ഞത്. പിന്നീട് വന്ന ഒരു സംഭവം, നമ്മൾ മേറ്റ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ ആദ്യകാലത്ത് ഗെയിമുകളെല്ലാം മാരീഡ് വെസസ് സിംഗിൾ മാച്ചസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചവരെല്ലാം ഒരു ടീം, കല്യാണം കഴിക്കാത്തവർ വേറൊരു ടീം. സിംഗിൾ വെസസ് മാരീഡ് മാച്ചുകൾ 1755 ശേഷം വളരെ വളരെ പോപ്പുലർ ആയിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഗ്രാമങ്ങളിലെല്ലാം ഇങ്ങനത്തെ സിംഗിൾ വെസസ് മാരീഡ് മാച്ചുകൾ ഒരുപാട് നടന്നു, ഒരുപാട് ബെറ്റിങ്ങുകളും നടന്നു. അപ്പോൾ അങ്ങനെ നടന്നൊരു പ്രധാനപ്പെട്ട മാച്ചിൽ ഒരു സെഞ്ചുറി അടിച്ചു. മിസ് നോർക്രോസ് എന്ന് പറയുന്ന ഒരു ലേഡി 107 ഒരു സെഞ്ചുറി അടിച്ചതാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രസകരമായ ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷേ ഈ സെഞ്ചുറി ആ കാലത്ത് നോട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഡെഫിനറ്റ്ലി സിംഗിൾ വെസസ് മാരീഡ് ഗെയിംസ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തത് ക്രിക്കറ്റിൻ്റെ ബോളിംഗ് ആക്ഷനാണ്. ക്രിക്കറ്റിലെ ബോളിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് വളരെ സ്പീഡായിട്ട് പേസ് എറിയുന്ന പേസേഴ്സ് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സിനെയാണ് ഓർമ്മ വരുന്നത്. അവരുടെ ബോൾ ചെയ്യുന്ന ആക്ഷനൊക്കെ വളരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ്. ഇതെല്ലാം നമുക്കൊരിക്കലും ക്രിക്കറ്റ് കണ്ടവർക്ക് ആർക്കും ഇതൊന്നും മറക്കാൻ പറ്റില്ല. പക്ഷെ ആദ്യകാലത്ത് വനിതാ ക്രിക്കറ്റിലും ഓവർ ദി ആംസ് അല്ലെങ്കിൽ റൗണ്ട് ആംസ് ബോളിംഗ് ഇല്ല, അണ്ടർ ആംസ് ആണ്. നമ്മൾ സ്ട്രീറ്റിലൊക്കെ കുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ബോൾ താഴെ കൂടെ അണ്ടർ ആംസിലാണ് നമ്മൾ ബോൾ ചെയ്യുന്നത്, അടിയിൽ കൂടെയാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് ആദ്യകാലത്ത് ക്രിക്കറ്റ് എങ്ങനെയായിരുന്നു? ഇതിനൊരു മാറ്റം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത് പോപ്പുലറൈസ് ചെയ്തത് വനിതാ ക്രിക്കറ്റിൽ ക്രിസ്റ്റിയാന ഹോഡ്ജസ് എന്ന് പറയുന്ന, പിന്നീട് ക്രിസ്റ്റിയാന വില്യസ് എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഇവരുടെ സഹോദരൻ ജോൺ വില്യസ് എന്ന് പറയുന്നത് കെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്ററും കൂടാണ്. അപ്പോൾ ഇവരുടെ ക്രിക്കറ്റ് പ്രാക്ടീസ് സമയത്താണ് ഇവർക്കൊരു ഐഡിയ തോന്നിയതും ഇങ്ങനെ ചെയ്തതും. പക്ഷേ ഒരിക്കലും ക്രിസ്റ്റിയാന വില്യസ് അല്ല റൗണ്ട് ആം ഡെലിവറി കൊണ്ടുവന്നത്. 1788 തന്നെ ടോം വാക്കർ എന്ന് പറയുന്ന ഒരാൾ ഓൾറെഡി ഈ സ്റ്റൈൽ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ സ്റ്റൈൽ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹാംബിൾഡൺ ക്ലബിൽ ഈ റൗണ്ട് ആംസ് ഉള്ള നമ്മളിപ്പോൾ കാണുന്ന ബോളിംഗ് ശൈലി ഉപയോഗിക്കേണ്ട, തൽക്കാലം അണ്ടർ ആംസ് തന്നെ പോയാൽ മതി എന്ന രീതിയിൽ ആണ് ഇവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ ക്രിസ്റ്റീന തൻ്റെ സഹോദരനെ ക്രിക്കറ്റ് കളിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ അണ്ടർ ആംസ് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവരുടെ ഹൂപ്ഡ് സ്കേർട്ട് എന്ന് പറയുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്കേർട്ട്സ് എല്ലാം വലിയ നീളമുള്ള ഈ സ്കേർട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹൂപ്ഡ് സ്കേർട്ട് കാരണം ഓരോ പ്രാവശ്യം അണ്ടർ ആം ഡെലിവറി ചെയ്യുമ്പോഴും ഇവർക്ക് സ്കേർട്ടിൻ്റെ ഒരു ചെറിയ ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് ഈ ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ബ്രദറിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിനൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഇവർ ബോൾ കറക്കി എറിയാൻ തുടങ്ങി. നമ്മൾ കാണുന്ന പോലെ നമ്മൾ ഇന്നത്തെ ബോളിംഗ് ആക്ഷനിലേക്ക് അവർ എറിയാൻ തുടങ്ങി. അങ്ങനെ ഇത് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. സോ അങ്ങനെയാണ് ഒരു വലിയ മാറ്റം വന്നത്. പക്ഷേ ഇതിങ്ങനെ അല്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആൾക്കാരും ഉണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള, ഉദാഹരണം ജോൺ മേജറിനെ പോലത്തെ വളരെ സീനിയർ ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്, ഈ ഹൂപ്ഡ് സ്കേർട്ട് എന്ന് പറയുന്ന ഫാഷനൊന്നും 1807 കാലഘട്ടത്തിലൊന്നും ബ്രിട്ടനിലും ഇംഗ്ലണ്ടിലെ ഗ്രാമങ്ങളിലൊന്നും ഇല്ല. സോ ഇതൊരു പ്രോബബ്ലി ഒരു ഫിക്ഷൻ ആണെന്ന് പറയുന്നത് കൊണ്ട് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, വനിതാ ക്രിക്കറ്റിൽ ആദ്യം അണ്ടർ ആംസ് നിന്ന് മാറി പതുക്കെ ഓവർ ദി റൗണ്ട് ആംസിലൂടെ എത്താൻ പറ്റി എന്നുള്ളൊരു ചരിത്രം നമുക്കിവിടെ മനസ്സിലായി. വനിതകൾ ക്രിക്കറ്റ് കളിക്കുന്നത് നല്ലൊരു കാര്യമായിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതകൾക്കുള്ള ഒരു റിക്രിയേഷൻ തന്നെയായിരുന്നു ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുന്നത്. ഒരു കാലത്ത് സ്ത്രീകളുടെ മാത്രമല്ല കുടുംബങ്ങളുടെ സ്റ്റാറ്റസ് സിമ്പൽ വിളിച്ചു കാണിക്കുന്ന കളികളായിരുന്നു ക്രിക്കറ്റ് പോലത്തെ വലിയ എലിറ്റസ് ഗെയിം ആദ്യകാലത്ത്. അപ്പോൾ 1887 അന്നത്തെ ബ്രിട്ടീഷ് മാഗസീനായ ഒരു ഫീൽഡ്സ് മാഗസീനിൽ വന്ന ഒരു പ്രത്യേക ഒരു ആർട്ടിക്കിൾ ഞാനിവിടെ കോട്ട് ചെയ്യാം. അതിൽ പറയുന്നൊരു സംഭവമുണ്ട്, ഗെയിംസിൻ്റെ കൂട്ടത്തിൽ ലോൺ ടെന്നീസ്, സ്കേറ്റിംഗ്, ഹണ്ടിങ്, ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഹണ്ടിങ്, സ്കേറ്റിംഗ്, ലോൺ ടെന്നീസ് ഒക്കെ വളരെ ഡേഞ്ചറസ് ആണ്, ഏത് സമയവും ഡേഞ്ചർ ഒളിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ടും ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഈ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട്. സോ നമുക്കൊരു ഈ കാലഘട്ടം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ
അപ്പോൾ ക്രിക്കറ്റ് ആയിരുന്നു ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഗെയിം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്രിയേഷന് വേണ്ടി മാത്രമല്ല സേഫായിട്ട് കളിക്കാൻ വേണ്ടി സ്ത്രീകൾ കണ്ടുപിടിച്ച ഒരു കളിയും കൂടെയായിരുന്നു വനിതാ ക്രിക്കറ്റ്. ഇനി വനിതാ ക്രിക്കറ്റിൻ്റെ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ഇന്ത്യൻ ചരിത്രം പറയുന്നതിന് മുമ്പേ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഇന്നത്തെ ഈ വീഡിയോയിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. പക്ഷേ ഇത് ചരിത്രത്തിൽ നമ്മൾ പോപ്പുലർ സോ കോൾഡ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ആരംഭിക്കാം. 1700-കൾ തന്നെയാണ് ഇന്ത്യയിലും ക്രിക്കറ്റ്. നമുക്ക് ഈ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ലഗാൻ സിനിമയും ആമിർ ഖാനുമാണ്. ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അതൊരു പ്രത്യേക ഒരു ഫീലാണ്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ക്രിക്കറ്റും ചരിത്രവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ കൊടുക്കുന്ന ഒരു സിനിമയാണത്. അപ്പോൾ ആ കാലഘട്ടം ഏകദേശം 1700-കളിൽ ഇവർ ക്രിക്കറ്റ് കൊണ്ടുവന്നു. അന്നൊന്നും ഇംഗ്ലീഷുകാർ തന്നെയാണ് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത്. പക്ഷേ എക്സിബിഷൻ മാച്ചസ് നടന്നിരുന്നു എന്ന് റെക്കോർഡ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് അന്നത്തെ വിമൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലും ബ്രിട്ടീഷ് യുവതികൾ തന്നെയാണ്, ബ്രിട്ടീഷ് ലേഡീസ് തന്നെയാണ് അവർ ക്രിക്കറ്റ് കളിച്ചിരുന്നത്. അതും ഇൻട്രാ കമ്മ്യൂണിറ്റി മാച്ചസ് ഉണ്ടായിരുന്നു. വനിതകളും മെൻസ് ക്രിക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സിബിഷൻ മാച്ചസ് ഉണ്ടായിരുന്നു. വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് അങ്ങനെ മാച്ചസ് നടന്നിരുന്നത്. പിന്നീട് വലിയ മാറ്റം വന്നത് ഇന്ത്യയിൽ വന്നത് 19-ാം നൂറ്റാണ്ടിൽ ബോംബെയിലാണ് വലിയ മാറ്റം കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരും അന്നത്തെ പാർസി കമ്മ്യൂണിറ്റി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ബോംബെയുടെ ഡെവലപ്മെൻറ്റിലൊക്കെ. അപ്പോൾ അവർ വിമൻസ് ക്രിക്കറ്റ് ക്ലബ്ബുകളൊക്കെ ലോഞ്ച് ചെയ്യാനൊക്കെ ഒരു എഫേർട്ട് അവിടെ എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എക്സിബിഷൻ മാച്ചസ് നടന്നതായിട്ടും നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഏറ്റവും രസകരമായ ചരിത്രം ഇവിടെ വരുന്നത്. ഈ ചരിത്രം ഡൽഹിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം ബോംബെയിൽ ഓൾറെഡി ഒരു ക്രിക്കറ്റ് ക്ലബിൻ്റെ ഒരു തുടക്കം അവിടെ ഉണ്ടായതുകൊണ്ട് ഇത് പതുക്കെ ഡൽഹിയിലേക്ക് എത്തി. 1920-കളിലെ കാര്യമാണ് പറയുന്നത്. അവിടെ ക്രിക്കറ്റ് പോപ്പുലറായി തുടങ്ങിയപ്പോൾ ഡൽഹി ലേഡീസ് ക്രിക്കറ്റ് ക്ലബ്ബ് വളരെ വളരെ പോപ്പുലർ ഒരു ക്ലബ്ബായി മാറി. ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ക്ലബിൻ്റെ ഭാഗമായി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. ഈ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയപ്പോൾ ഇന്ത്യക്കാരും അന്നത്തെ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള, അന്നും ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ച ആൾക്കാർക്കും എലീറ്റ് ആൾക്കാർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ഇവരൊരു ഡൽഹി ലേഡീസ് ക്ലബിൻ്റെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കി. 1926-ൽ അന്നത്തെ ദ ഗ്രേറ്റസ്റ്റ് മെൻസ് ക്രിക്കറ്റ് ടീം MCC മാർലിബോൺ ക്രിക്കറ്റ് ക്ലബിലെ മെൻസ് ടീം ഇന്ത്യ ടൂർ ചെയ്യാൻ വന്നു. 1926-27 കാലത്തിൽ ഒരു എക്സിബിഷൻ മാച്ച് വെച്ചു. ഒരു ഹാഫ് ഡേ എക്സിബിഷൻ മാച്ച് ഇന്ത്യക്കാരായിട്ട്, അല്ലെങ്കിൽ ഡൽഹി ലേഡീസ് ക്രിക്കറ്റ് ടീമായിട്ടുള്ളൊരു എക്സിബിഷൻ മാച്ച് വെച്ചു. ഈ ഹാഫ് ഡേ കൊണ്ട് MCCയിലെ മെൻസ് ക്രിക്കറ്റ് ടീം ഈ കളി പരാജയപ്പെട്ടു. അത് അവരുടെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായിരുന്നു. പക്ഷേ ഒരു ലേഡീസ് ക്രിക്കറ്റ് ടീം, അതും MCCയിലെ ക്രിക്കറ്റേഴ്സിനെ പരാജയപ്പെടുത്തിയതുകൊണ്ട് ഇതൊരു വാർത്തയായില്ല. കാരണം ഇത് വാർത്തയാക്കണ്ട എന്നുള്ളൊരു തീരുമാനം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മെൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്രെഡിബിലിറ്റി മൊത്തത്തിൽ പോവും. അതുകൊണ്ട് ഇതൊരു വാർത്തയല്ലാത്തതുകൊണ്ട് ഈ വാർത്ത എന്നേക്കുമായി ഇല്ലാണ്ടായെന്ന് മാത്രമല്ല, വളരെ കുറച്ച് സർക്കിൾസിൽ മാത്രം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടൊരു വാർത്തയോ അല്ലെങ്കിൽ ക്രോണിക്കിൾ ചെയ്യപ്പെട്ടൊരു വാർത്തയായി ഇത് അവശേഷിച്ചു. ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ആദ്യത്തെ വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു MCCയിലെ മെൻസ് ക്രിക്കറ്റ് ടീമിനെ വനിതകൾ പരാജയപ്പെടുത്തിയത്. പക്ഷേ ആ ചരിത്രത്തിൽ അത് വന്നില്ല. പിന്നീട് ഡൽഹി മാറിക്കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട നഗരം ഇൻഡോർ, ഈ ഭാഗത്തേക്ക് ക്രിക്കറ്റ് കുറച്ചും കൂടെ പോപ്പുലറായി. കാരണം അവിടെ കുറച്ചും കൂടെ റോയൽ ഫാമിലീസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എലീറ്റ് വിഭാഗം ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അവിടെ കൂടുതലും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് കളിച്ചു തുടങ്ങിയ സമയത്ത് കൂടുതലും ഇൻട്രാ കമ്മ്യൂണിറ്റി ഗെയിംസ് ആയിരുന്നു. അതായത് ബ്രിട്ടീഷ് യുവതികളും ഇന്ത്യൻ യുവതികളും എല്ലാവരും കൂടെ ചേർന്ന് വിമൻസ് മാച്ചസും കളിക്കും, അതേപോലെ എക്സിബിഷൻ മാച്ചസും മെൻസിൻ്റെ കൂടെയും കളിക്കും. ഇവരെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റോയൽ ആയിട്ടുള്ള ആൾക്കാരാണ്, റിച്ച് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പബ്ലിക് എക്സിബിഷൻ മാച്ചസ് അല്ലായിരുന്നു. ഇതെല്ലാം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു മാച്ചസ് ആണ്. അന്നൊന്നും ഇങ്ങനെ ഒരു ഇന്ത്യൻ ഏജൻസി ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാരുടെ എഫേർട്ട് കൊണ്ട് വനിതാ ക്രിക്കറ്റ് ഇങ്ങനെ പോപ്പുലറൈസ് ആവുന്ന സമയമാണ്. 1926 കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തോന്നി ഒരു ഫോർമൽ അസോസിയേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണം വനിതാ ക്രിക്കറ്റിന് വേണ്ടി. അങ്ങനെയാണ് അവർ WCA വിമൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്തത്. അന്ന് ബ്രിട്ടനിലുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകളെ എല്ലാം കൂടെ യൂണിഫൈ ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 1926 ശേഷം ചെറിയ ചെറിയ മാച്ചുകളെല്ലാം, എക്സിബിഷൻ മാച്ചസ് എല്ലാം ലണ്ടനിലും പല ഫേമസ് നഗരങ്ങളിലും ബ്രിട്ടനിലെ പല നഗരങ്ങളിലും മാച്ചസ് നടന്നു. അങ്ങനെ ബെസ്റ്റ് ടാലൻറ്റിനെ കണ്ടുപിടിച്ച് 1934-35 ഇംഗ്ലണ്ടിൻ്റെ ഓസ്ട്രേലിയൻ ടൂർ, അന്നത്തെ ആദ്യത്തെ ഓസ്ട്രേലിയൻ ടൂറിന് പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് ഓസ്ട്രേലിയയിലും
ക്രിക്കറ്റ് ക്ലബ്ബ് ഇതേപോലെ തന്നെ ക്രിക്കറ്റ് പല രാജ്യങ്ങളിലും സ്പ്രെഡ് ചെയ്തു. ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലെ കഥ മാത്രം പറഞ്ഞതല്ല, ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അങ്ങനെ പല സ്ഥലത്തും വനിതാ ക്രിക്കറ്റ് ഫോം ചെയ്ത് വന്നു. അങ്ങനെ ആദ്യത്തെ ടൂറിന് വേണ്ടി പോയി. അങ്ങനെ ആദ്യത്തെ ടൂറിൽ 1934 ആദ്യത്തെ ടെസ്റ്റ് മാച്ച് കളിക്കുന്നത്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ് ടെസ്റ്റ് കളിക്കുന്നത്. അങ്ങനെ ആ ഒരു സീരീസ് മൊത്തം കളിച്ച് ഒരു കളി ഡ്രോ ആക്കി ഇംഗ്ലണ്ട് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തി ആദ്യത്തെ ആ ഒരു കപ്പ് അവർ നേടിയെടുത്തു. അതാണ് ഈ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും കളിക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ എപ്പോഴും പറയാറുണ്ട് ദി ആഷസ് കപ്പ് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചെറിയൊരു കപ്പിന് വേണ്ടി ആ ഒരു ആഷസ് കപ്പ് എന്ന് പറയുന്നത്. ഈ ആഷസ് പോലും പഴയ ഒരു ചരിത്രമാണ്. പണ്ട് ബ്രിട്ടനും ഓസ്ട്രേലിയയും തമ്മിൽ ക്രിക്കറ്റ് കളിച്ച സമയത്ത് ഇംഗ്ലണ്ടിൽ വെച്ച് കളിച്ച് ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു, ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പത്രം കളിയാക്കി നമ്മളിന്ന് പറയുന്ന ട്രോൾ ചെയ്ത് എഴുതിയൊരു വാക്കാണ് ഇംഗ്ലണ്ട്സ് ക്രിക്കറ്റ് ബോഡി ഈസ് ഡെഡ്, ഇനി ഓസ്ട്രേലിയ വിൽ ടേക്ക് ബാക്ക് ദി ആഷസ്. എന്തായാലും ഇംഗ്ലണ്ട് മരിച്ചു, ബോഡി കിട്ടി, ഇനി ഇതിനെ ദഹിപ്പിച്ച് ചാരമാക്കി ഓസ്ട്രേലിയക്കാരെ ചാരം തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ കളി നടന്നു. പിന്നീട് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ പോകുന്ന സമയത്ത് അന്നത്തെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ പറഞ്ഞു വിൽ ഗോ ബാക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ദി ആഷസ്. പിന്നീട് ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ലേഡി ഒരു ചെറിയൊരു പോട്ട് പോലത്തെ സാധനം കൊടുത്തു ചാരം കൊണ്ടുവരാൻ വേണ്ടി. ഇങ്ങനെ രസകരമായ കുറച്ച് കഥയുണ്ട്. അങ്ങനെയാണ് ഈ ആഷസ് കപ്പ് എന്ന് പറയുന്ന ഒരു കപ്പിൻ്റെ ചരിത്രമാണ്. ഈ ആഷസ് ഉദ്ദേശിച്ചതൊന്നുമല്ല, ഇതൊരു പത്രത്തിൽ വന്നൊരു സംഭവത്തിന് പിന്നീട് ഒരു കപ്പായി മാറി. ഇപ്പോൾ 1934 ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അന്നത്തെ ക്യാപ്റ്റനോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇവിടെ ആഷസിന് വേണ്ടി വന്നൊന്നുമല്ല, വി ആർ നോട്ട് ഹിയർ ഫോർ ദി ആഷസ്, വി ആർ ജസ്റ്റ് ടു പ്ലേ ക്രിക്കറ്റ്. അങ്ങനെ ഇവർ തമ്മിലുള്ള റൈവലറി ക്രിക്കറ്റ് കളി തുടങ്ങി. പിന്നെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമും വനിതാ ക്രിക്കറ്റ് ടീമും വളരെ പോപ്പുലറായി മാറി. പിന്നെ 1934, 35, 36 കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം ന്യൂസിലൻഡ് ടൂർ ചെയ്തു. അങ്ങനെ ന്യൂസിലൻഡിലും വലിയൊരു വനിതാ ക്രിക്കറ്റ് ടീം വന്നു. അവിടെയാണ് ന്യൂസിലൻഡിനോട് കളിച്ച സമയത്താണ് ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ച് നടന്ന കളിയിലാണ് വളരെ പോപ്പുലറായിട്ട് ബെറ്റി സ്നോബോൾ എന്ന് പറയുന്ന അന്നത്തെ ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പറും കൂടെ ആയിരുന്ന ഇവരുടെ ഒരു ഇന്നിങ്സ് എക്കാലത്തും ഓർത്തു വെക്കുന്ന ഒരു ഇന്നിങ്സാണ്. 189 റൺസാണ് ബെറ്റി സ്നോബോൾ അന്നത്തെ ഗെയിമിൽ നേടിയത്. അത് അന്നത്തെ വലിയൊരു പിൽക്കാലത്ത് വന്ന ക്രിക്കറ്റിൽ വന്ന വലിയൊരു റെക്കോർഡ് തന്നെയായിരുന്നു ബെറ്റി സ്നോബോളിൻ്റെ റെക്കോർഡ്. 1969 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ഇന്ത്യയിലെ സ്പേസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഇസ്രോ വന്നപ്പോൾ ഇന്ത്യൻ സ്പേസിന് കിട്ടിയത്. ഞാനിവിടെ സ്പേസിൻ്റെ കാര്യം പറഞ്ഞത് നമ്മൾ വനിതാ ക്രിക്കറ്റും സ്പേസും തമ്മിൽ എന്ത് ബന്ധം ചോദിച്ചാൽ 1969 വനിതാ ക്രിക്കറ്റിനും വളരെ പ്രധാനപ്പെട്ട വർഷമായിരുന്നു. സ്പേസിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുമ്പോൾ ക്രിക്കറ്റിന് വേണ്ടി, അതും വനിതാ ക്രിക്കറ്റിന് വേണ്ടി ഒരു പൈസ പോലും ചെലവഴിക്കാൻ ആർക്കും താല്പര്യമില്ലാത്തൊരു കാലഘട്ടം 1960കളിൽ. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റിംഗ് ക്ലബിനെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്, വനിതാ ക്രിക്കറ്റിംഗ് ക്ലബിനെ കുറിച്ചിട്ട്. അതാണ് ആൽബീസ് എന്ന് പറയുന്നത്. 1960കളിൽ മെൻസ് ക്രിക്കറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ. ഒരു ഗ്രൗണ്ടില്ല, ടർഫില്ല, ബാറ്റില്ല, ബോളില്ല, ഒരു കോച്ചിങ് സെൻറ്റർ ഇല്ല, ഒരു അക്കാഡമി സപ്പോർട്ടില്ല. എന്നിട്ടും ഒരു വനിത മുംബൈയിലെ, അന്നത്തെ നമ്മുടെ പഴയ ബോംബെയിലെ അന്നത്തെ ഒരു വനിത അലു ബംജി എന്ന് പറയുന്ന ഇവർ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷേ സപ്പോർട്ടൊന്നും എവിടെയില്ല, ആരും കളിക്കാൻ ഗ്രൗണ്ട് പോലും ഇല്ല. ചെറിയ ബൊംബൈയിലെ ഏതെങ്കിലും ചെറിയ മൈതാനത്ത് പോയി കളിച്ചോണം. അപ്പോഴും അവർ അസോസിയേഷൻ ചോദിച്ചൊരു കാര്യമാണ്, ഇന്ത്യൻ വനിതകൾ സാരി ഉടുത്തൊക്കെ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർ തളർന്നില്ല. ഇവരൊരു പാർസി കമ്മ്യൂണിറ്റിയിലൊരു സ്ത്രീയാണ് അലു ബംജി. അങ്ങനെ ഇവർ ആൽബീസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഫോം ചെയ്തു 1969. അവരുടെ പേര് തന്നെയാണ് ആൽബീസ് AB എന്ന് പറയുന്ന ഇനിഷ്യൽസ് വെച്ചിട്ട്. അലു ബംജിയുടെ ഒരു ക്രിക്കറ്റിംഗ് മൂവ്മെൻറ്റും ആൽബീസ് എന്നൊരു ഗ്രൂപ്പും ഇതൊരു ക്രിക്കറ്റിംഗ് ക്ലബ്ബ് മാത്രമായിരുന്നില്ല, ഇതൊരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു. ചെറിയ ഒരു ഗ്രൂപ്പായിരുന്നത് വലിയ ഗ്രൂപ്പാവാൻ തുടങ്ങി. ഒരുപാട് കോളേജിലെ കുട്ടികൾ, ഹൗസ് വൈഫ്സ് ഇതിൻ്റെ ഭാഗമാകാൻ തുടങ്ങി. അങ്ങനെ ഇതിന് റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങി. 1973 ആയപ്പോൾ ഇതേ ക്ലബ്ബ് തന്നെയാണ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് ദ വിമൻസ് ക്രിക്കറ്റിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഓർഗനൈസേഷനായി മാറി. അങ്ങനെ 1978 നടന്ന ആദ്യത്തെ ക്രിക്കറ്റ് മാച്ചിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ ഓസ്ട്രേലിയക്കെതിരെ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വിട്ടതും ഇതേ ക്ലബ്ബ് തന്നെയാണ്. അപ്പോൾ ചെറിയൊരു കൂട്ടായ്മ വലിയൊരു മൂവ്മെൻ്റായി മാറിയത് അലു ബംജിയുടെ കാലത്താണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കോൺട്രിബ്യൂഷൻ ദ ലെജൻഡറി ക്രിക്കറ്റർ മൊഹിന്ദർ അമർനാഥിൻ്റെയാണ്. മൊഹിന്ദർ അമർനാഥ് ഫ്രീ ടൈമിൽ ഈ ആൽബീസ് എന്ന് പറയുന്ന ക്ലബ്ബിൽ വരികയും സ്ത്രീകളെ ക്രിക്കറ്റ് പരിശീലിപ്പിക്കാൻ, പ്രത്യേകിച്ച് ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതും ബാറ്റ് പിടിക്കേണ്ട രീതി, അങ്ങനെ ഒരു ഫുൾ ടൈം ഇൻ ആൻഡ് ഔട്ട് മെൻറ്റർഷിപ്പ് മൊഹിന്ദർ അമർനാഥും ആൽബീസിന് വേണ്ടി വലിയൊരു എഫേർട്ട് എടുത്തിട്ട് മെൻറ്റർഷിപ്പ് കൊടുത്തു. ആൽബീസിനും ആലു ബംജിക്കും ശേഷം
പിന്നീട് വന്നത് സിനിമാ രംഗങ്ങളെ വെല്ലുന്ന കാഴ്ചകളാണ്. അതാണ് ഇനി അടുത്ത കഥ, മഹേന്ദ്രകുമാർ ശർമ്മയുടെ കഥ. ഇദ്ദേഹവും ഒരുപാട് എഫേർട്ട് എടുത്തു. നമ്മൾ സിനിമയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ മഹേന്ദ്രകുമാർ ശർമ്മ 20കളിൽ പ്രായം, വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ബോൾ കോച്ചാണ്. ഉത്തർപ്രദേശ് ലക്നൌവിൽ നിന്നാണ് വരുന്നത്. ശരിക്കും ഒരു സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ അക്ഷയ് കുമാറിനോ അല്ലെങ്കിൽ അജയ് ദേവ്ഗണൊക്കെ അഭിനയിക്കേണ്ട ഒരു റോളാണ്. ഇദ്ദേഹം വിമൻസ് ക്രിക്കറ്റിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. അങ്ങനെ 1973 നേരത്തെ പറഞ്ഞ പോലെ വിമൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം രജിസ്റ്റർ ചെയ്തു. അന്നത്തെ സൊസൈറ്റീസ് ആക്ടിലൊക്കെ രജിസ്റ്റർ ചെയ്തു. പക്ഷേ മുടക്കാൻ പൈസയില്ല. എന്നാൽ വിമൻസ് ക്രിക്കറ്റ് ടീമിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ സ്പോൺസർഷിപ്സും ഇല്ല, ഫണ്ടിങ്ങും ഇല്ല. പക്ഷേ എന്നാലും ഒരുപാട് എഫേർട്ട് എടുത്ത് അദ്ദേഹം മുന്നോട്ട് വന്ന് ക്ലബ്ബ് ഉണ്ടാക്കി. 1973 തന്നെ ആദ്യത്തെ ഇന്ത്യസ് ഫസ്റ്റ് വിമൻ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നു, ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നു പൂനെ തന്നെ. പാർട്ടിസിപ്പേഷൻ ഇല്ല, ഫണ്ടില്ലെന്ന് മാത്രമല്ല പങ്കെടുക്കാൻ ടീമുകൾ വരണ്ടേ. വനിതാ ടീമുകൾ ഉണ്ടെങ്കിലല്ലേ പങ്കെടുക്കാൻ വരുള്ളൂ. അപ്പോൾ ടീമുകളും വരുന്നില്ല. സ്വാഭാവികമായിട്ടും വലിയ ടെൻഷൻ ഉണ്ടായി. അദ്ദേഹം അന്നത്തെ കാലത്ത് മൈക്രോഫോൺ, നമ്മൾ ഈ കാണുന്ന ഇങ്ങനത്തെ മൈക്രോഫോൺ ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ മൈക്രോഫോൺ വെച്ച് ഓരോ ഗ്രാമങ്ങളിലും ചെന്ന്, അന്നത്തെ മുംബൈ മഹാരാഷ്ട്രയിൽ ഓരോരോ ഗ്രാമങ്ങളിൽ ചെന്ന് പല സ്റ്റേറ്റ്സിലും പോയി ഇങ്ങനെ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്, നിങ്ങളെല്ലാം കളിക്കണം, സ്ത്രീകൾ ക്രിക്കറ്റ് കളിക്കണം, ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് എല്ലാ ഗ്രാമങ്ങളിലും ഇവിടെയും പോയി മൈക്കും തൂക്കി എല്ലാവരിടത്തും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി. ശരിക്കും അതാ ഞാൻ പറഞ്ഞത്, സിനിമയിലെ രംഗങ്ങൾ പോലെയാണത്. എന്നിട്ട് അവസാനം ചാമ്പ്യൻഷിപ്പ് നടത്തി, കഷ്ടപ്പെട്ട് ചാമ്പ്യൻഷിപ്പ് നടത്തി. വെറും 3 ടീമേ പങ്കെടുത്തുള്ളൂ. ബോംബെ ഒരു ടീം, മഹാരാഷ്ട്ര വേറൊരു ടീമായി ഉത്തർപ്രദേശ്. അങ്ങനെ 3 ടീമുകൾ മാത്രം പങ്കെടുത്ത പൂനെയിൽ ആദ്യത്തെ വിമൻസ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ഇത് കാണാൻ വന്നത് എല്ലാം കൂടെ ചേർത്തൊരു 200 ആൾക്കാരെ അന്നത്തെ മൈതാനത്ത് കാണാൻ വന്നുള്ളൂ. ഈ 200 പേരിൽ ഭൂരിഭാഗവും അടുത്തുള്ള കോളേജിലെ ആൺകുട്ടികളാണ്. ഇവരെല്ലാം വന്നത് ഈ പെൺകുട്ടികൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് എന്താണ് കാണിക്കുന്നത് എന്നറിയാനുള്ള കൗതുകത്തിനാണ് ഇവർ കൂടുതലും വന്നത്. അങ്ങനെ 1970കളും 80കളും പതുക്കെ കടന്നു പോകുന്ന സമയത്ത് പതുക്കെ ക്രിക്കറ്റ് ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട ട്രോഫികൾ അന്ന് വന്നു. ഇന്ദിരാ പ്രിയദർശിനി ട്രോഫി, റാവൂസ് കപ്പ്, ഇതെല്ലാം വനിതാ ക്രിക്കറ്റിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ട്രോഫീസ് ആയിരുന്നു. പതുക്കെ 1970 ശേഷം 80കളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അന്നത്തെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേ, എയർ ഇന്ത്യ പോലത്തെ ഓർഗനൈസേഷൻസ്. ഇവർ വനിതാ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. അതായത് ഇവർക്ക് ജോലി കൊടുത്തുകൊണ്ട് കളിക്കുന്ന സമയത്ത് ബാക്കിയുള്ള അലവൻസസും കൊടുത്ത് ഇവരുടെ ടീം ഉണ്ടാക്കി ഇവരെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വനിതാ ക്രിക്കറ്റിന് ആദ്യമായി ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു വലിയ ബൂസ്റ്റ് കിട്ടിയത്. കുറേ പേർക്ക് ജോലി, കുറേ പേർക്ക് ഇൻസെൻറ്റീവ്, കുറേ പേർക്ക് ശമ്പളം, കളിക്കാൻ വേണ്ടി നമുക്കൊരു ശമ്പളം കിട്ടുന്ന പോലെ വന്നപ്പോൾ ഒരുപാട് വനിതകൾ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങി. അതാണ് 80കളിലെ വലിയൊരു മാറ്റം. 1978 ഇന്ത്യയെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വർഷമാണ്. ഇന്ത്യ ആദ്യമായിട്ട് വനിതാ ലോകകപ്പ് ഹോസ്റ്റ് ചെയ്ത വർഷമാണ്. ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു സംഭവമല്ല. സൗത്ത് ആഫ്രിക്ക ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നൊരു കപ്പായിരുന്നു. പക്ഷേ അന്ന് സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തീഡ്, റേസിസം ഏറ്റവും കൂടുതൽ ഹൈറ്റ്സ് നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് സൗത്ത് ആഫ്രിക്ക പല രാജ്യങ്ങളും ബോയ്ക്കോട്ട് ചെയ്തു. അങ്ങനെ ഇന്ത്യ ആ ചുമതല ഏറ്റെടുത്തു. ഇന്ത്യ ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ നമുക്ക് ആ കാലത്ത് 1978 കുറിച്ചാണ് ഞാൻ പറയുന്നത്, നമ്മളത് ഏറ്റെടുത്തു. വലിയ മീഡിയ കവറേജ് ഒന്നുമില്ല. എന്നാലും വിമൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വലിയ സീരിയസ് ആയിട്ട് തന്നെ ഗെയിംസ് എടുത്തു. ഇന്ത്യക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടി. ഇന്ത്യയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യമായിട്ട് 1 ഡേ ഇൻ്റർനാഷണൽ മാച്ച് വനിതാ ക്രിക്കറ്റ് ടീം കളിച്ചു. അതിന് അവസാനം വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ 5ാം സ്ഥാനത്താണ് ഇന്ത്യ എത്തിയെങ്കിൽ പോലും ഇന്ത്യൻ പ്ലെയേഴ്സിനെ ലോകം അറിഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മുടെ ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിലെ ലെജൻഡ്സ്. നമ്മൾ കപിൽ ദേവ്, സുനിൽ ഗവാസ്കർ, മോഹിന്ദർ അമർനാഥ് എന്ന നീണ്ട നിരകൾ നമ്മൾ പേരുകൾ ഇങ്ങനെ ഓർത്ത് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ ഇവരെക്കുറിച്ച് അറിയാറില്ല. ഇവരാണ് ശരിക്കുമുള്ള താരം. അന്നത്തെ ഇന്ത്യൻ ലെജൻഡ്സ് എന്ന് പറയുന്ന ശാന്ത രംഗസ്വാമി, ഡയാന എദൽജി, സന്ധ്യ അഗർവാൾ, അങ്ങനത്തെ കുറേ പേരുകൾ നമ്മൾ അവിടെ നിന്ന് കേട്ടു തുടങ്ങി. ശാന്ത രംഗസ്വാമി ഇന്ത്യയുടെ ആദ്യത്തെ ക്യാപ്റ്റൻ, 1976 ഡെബ്യൂ ചെയ്തു, വേൾഡ് കപ്പ് കളിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് ക്യാപ്റ്റൻ. ആദ്യത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് വിക്ടറി എന്ന് പറയുന്നതും ശാന്ത രംഗസ്വാമിയുടെ സമയത്താണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു വനിത ഒരു സെഞ്ചുറി അടിക്കുന്ന ആദ്യത്തെ വനിതയും ശാന്ത രംഗസ്വാമിയാണ്. അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത്രയും വർഷം ക്രിക്കറ്റ് കളിച്ചിട്ട്, ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടും 1 രൂപയുടെ നോട്ട് എ പെന്നി,
ഒരു രൂപയുടെ വരുമാനമോ അല്ലെങ്കിൽ ഒരു രൂപയുടെ ഗുണം എനിക്ക് ഉണ്ടായിട്ടില്ല. ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. ഇവർ തന്നെയാണ് അർജുന അവാർഡ് നേടുന്ന വനിതകളിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു വനിതയും. പിന്നീട് BCC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡൊക്കെ കൊടുത്ത് ആദരിച്ചെങ്കിൽ പോലും ശാന്ത രംഗസ്വാമി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ആ കാലത്തെ ഇന്ത്യയുടെ ലെജൻഡറി ക്രിക്കറ്ററാണ്. നമ്മൾ പലപ്പോഴും ഓർക്കാറേയില്ല. പിന്നീട് വന്നതാണ് ഡയാന എദൽജി. വളരെ പോപ്പുലർ ആയിരുന്നു. ആ സമയത്ത് ഓർത്തഡോക്സ് സ്പിന്നറായിരുന്നു. ഇവർ ICCയുടെ ഹോൾ ഓഫ് ഫെയിം ഉണ്ട്, അതിൽ ഇൻഡക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വിമൻ ക്രിക്കറ്ററും കൂടാണ് ഡയാന എദൽജി എന്ന് പറയുന്നത്. പിന്നീട് അവരൊരു സ്പിന്നറായിരുന്നു. 1984 അന്നത്തെ റെയിൽവേ മിനിസ്റ്ററിനെ കൊണ്ട് പ്രഷർ ചെയ്ത് ക്രിക്കറ്റ് മാച്ചൊക്കെ കളിപ്പിച്ച നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും കൂടെ ഉള്ള ഒരാളായിരുന്നു ഡയാന എദൽജി എന്ന് പറയുന്നത്. അടുത്തത് സന്ധ്യ അഗർവാൾ. ഈ പേരുകളൊന്നും നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല. അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റനാണ്. 1986 കാലഘട്ടത്തിലെ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവർ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റർ ആയിരുന്നു ആ സമയത്ത്. ഇവരുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നൊരു ബാറ്റിംഗ് സ്റ്റൈലും കൂടെ ആയിരുന്നു. ഇവരുടെ ഹയസ്റ്റ് സ്കോർ, ഇംഗ്ലണ്ടിനെതിരെയുള്ള 190 എന്ന് പറയുന്ന ഹയസ്റ്റ് സ്കോർ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഹയസ്റ്റ് സ്കോർ തന്നെയാണ് ക്രിക്കറ്റിൽ. ഇവർ ക്രിക്കറ്റിംഗ് പ്രാക്ടീസിനെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്, അന്നൊന്നും നമുക്ക് ജിമ്മും കാര്യങ്ങളൊന്നുമില്ല, ഇഷ്ടിക വെച്ചിട്ടാണ് ഞങ്ങൾ വെയിറ്റ്സ് എടുത്തിരുന്നത്. ഞങ്ങളുടെ കൂടെ കളിച്ചിരുന്ന ക്രിക്കറ്റിംഗ് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഞങ്ങൾ ബാക്കിൽ ചുമന്നുകൊണ്ടുപോയാണ് ഞങ്ങൾ വെയിറ്റ്സ് ഒക്കെ ബാലൻസ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ വനിതാ ക്രിക്കറ്റിംഗ് ലെജൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അനിൽ കുംബ്ലെ കുറേ പേരുടെയെങ്കിലും ഒക്കെ ഫേവറേറ്റ് ആയിരിക്കും. പഴയ 90s ക്രിക്കറ്റ് കണ്ടിരുന്നവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് സ്പിന്നറാണ് അനിൽ കുംബ്ലെ എന്ന് പറയുന്നത്. അനിൽ കുംബ്ലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ 10 വിക്കറ്റ് നേടിയ സമയം, ഒരു കളിയിൽ 10 വിക്കറ്റും നേടിയ എനിക്ക് പേഴ്സണലി ഓർമ്മയുള്ള ഒരു കാഴ്ചയും കൂടെയാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും ആ ഗെയിം ഓർമ്മയുണ്ടാവും. അനിൽ കുംബ്ലെ 10 വിക്കറ്റ് എടുത്തൊരു കളി പാകിസ്ഥാനെതിരെ, അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ എത്ര പേർക്ക് നീതു ഡേവിഡിനെ ഓർമ്മയുണ്ട്? ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്ററാണ്, സ്പിന്നറാണ്. 1995-96 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മാച്ചിൽ 8 വിക്കറ്റ് എടുത്തു നീതു ഡേവിഡ്. 8 for 53 അതായിരുന്നു സ്കോർ. പക്ഷെ നമ്മൾ ആരും നീതു ഡേവിഡിനെ കുറിച്ച് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ നീതു ഡേവിഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കളിക്കാരിയെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന പോലെയുമില്ല. അപ്പോൾ വനിതാ ക്രിക്കറ്റിൻ്റെ ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഒരുപാട് പേരുകൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജൂലൻ ഗോസ്വാമി, മിഥാലി രാജിനെ കുറിച്ചിട്ടൊക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ബയോപിക് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ നീതു ഡേവിഡിനെ പോലെ എത്രയോ കളിക്കാർ അവരുടെ ജീവിതം വനിതാ ക്രിക്കറ്റിന് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ ഇപ്പോഴും സ്പോൺസർ ഇല്ല, ഫണ്ടിങ് ഇല്ല, ഒരുപാട് ഡിഫിക്കൽട്ടിയിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഒരു വലിയ മോട്ടിവേഷൻ തന്നെയാണ് ഒരുപാട് ക്രിക്കറ്റിംഗ് ആസ്പിറൻസ്, പ്രത്യേകിച്ച് വനിതാ ക്രിക്കറ്റേഴ്സിന്. എന്തായാലും ചരിത്രം ഇനിയുമുണ്ട്. പ്രധാനപ്പെട്ട ചരിത്രമെല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് അടുത്ത കോണ്ടെക്സ്റ്റിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS Factor.